വാപ്പാൻ്റെ സ്ഥാനം എന്നുള്ളത് അല്ലെങ്കിൽ വാപ്പാൻ്റെ പൊസിഷൻ എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. പലരും പറയണ്ട വാപ്പ ഇല്ലാതാവുന്ന സിറ്റുവേഷൻ, അത് ഒരു മതിലാണ്. ഇങ്ങനെ ഇവര് നമ്മളെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. കൂടുതലും ആണുങ്ങൾക്ക് ഉപ്പാനോട് കുറച്ചൊരു അകൽച്ചകരം. പക്ഷേ ഈ പെൺമക്കളെ കൂടുതൽ എന്താ പറയുക, ഉപ്പമാരോട് കൂടുതലും ക്ലോസ് ആയി വരുന്ന ഒരു വിഷയം. നമ്മളെ വാപ്പയോട് അറ്റാച്ച്മെന്റ് നമുക്ക് കുടിക്കാൻ നമ്മളെ വാപ്പ നമ്മളെ പോലെ ആവും എന്നുള്ളതാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. പക്ഷേ ഈ വാപ്പാര് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കടന്നു പോയൊരു ആൾക്കാർ. പൊതുവെ സൊസൈറ്റിൻ്റെ ഇടയിൽ എന്താണ് നമ്മൾ കൂടുതൽ സിനിമകളാകട്ടെ പൊതുവെ നമ്മളെ ഈ സൊസൈറ്റിൻ്റെ ഇടയിൽ ഒരു ഹീറോയിനായി കാണുന്നത് നമ്മൾ ഉമ്മാനെയാണ്. അത് പറഞ്ഞാൽ ഇപ്പോൾ ഫിലിമുകളാണെങ്കിലൊക്കെ എന്താണ് ഉമ്മാനെ ഭയങ്കര അടിപൊളിയാക്കി കാണും, പാപ്പാനെ ഭയങ്കര എന്താണ് ഒരു ചൂടൻ ഒരു എന്താണ് ഒരു വില്ലൻ രൂപത്തിലാണ് വാപ്പാരെ എന്താണ് പൊതുവെ എന്താണ് സിനിമകളാണ് പൊതുവെ രീതിയിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യൽ. സമൂഹത്തിൻ്റെ ഉള്ളിൽ ഈ ഫിലിമുകളുടെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പല ഫിലിമിലും പാരൻ്റ് ടോക്സിക് ആണെന്ന് കാണിക്കാൻ വാപ്പന്മാരായിരിക്കും എന്ത് ചെയ്യുക കൂടുതലായിട്ടൊരു കേന്ദ്രീകരിച്ചത് വാപ്പ ആക്രമിക്കുന്ന രീതി, അല്ലെങ്കിൽ മക്കളെ വഴിതെറ്റാൻ കാരണം വാപ്പയാണെന്നുള്ള രീതിയിൽ കാണിക്കാം. ഈ സ്ഫടികം സിനിമയിൽ മോഹൻലാലിൻ്റെ അതിൽ മോഹൻലാൽ കഥാപാത്രത്തിൻ്റെ വാപ്പയായിട്ട് വരുന്നത് അച്ഛനായിട്ട് അതിൽ തിലകനാണ്. ആ അച്ഛൻ തൻ്റെ മകൻ എന്താണ് കണക്കിൽ ഉഷാറാവണം, താനൊരു കണക്ക് ഭാഷ തൻ്റെ മകനങ്ങനെ ഉഷാറാവണം എന്ന് പറയുകയും എന്നിട്ട് ആ മകനെ അത്തരം ഫീൽഡിലേക്ക് എത്തിക്കാൻ വേണ്ടി പെടാപ്പാട് വേണ്ടിയാണ്. പക്ഷേ എന്താണ് മകനക്ക് ഇഷ്ടമല്ല, ആ ഫീൽഡ് ഇഷ്ടമല്ല, അതുകൊണ്ട് രണ്ടുപേരും എതിരാവുന്നു. എന്തായാലും മോഹൻലാൽ ജീവിതം തകരുന്ന തന്നെ എന്താണ് ഈ ഒരു അച്ഛൻ മുഖേനയാണ് ആ ഫിലിമിലൂടെ ഒരു മെസ്സേജ് ഇങ്ങനെ വേഗമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിലൊക്കെ വാപ്പന്മാർ അങ്ങനത്തെ ഒരു ഡിസിഷൻ എവിടെ എടുക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റാറില്ല അധികം. നമ്മളെ പേഴ്സണൽ ലൈഫ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വാപ്പന്മാരൊക്കെ എന്തായിരിക്കും, നിനക്കിഷ്ടമുള്ള ഫീൽഡ് എന്താ വെച്ചാൽ നീ തിരഞ്ഞെടുത്തോ. ഓരോരുത്തരും വാപ്പന്മാരെന്താ പറയുക വെറൈറ്റി ഒരു രൂപങ്ങളെ അയക്കാരം, അത് ആ രൂപത്തിനനുസരിച്ച് വരും. അത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചിലർ പറയാറ് എൻ്റെ വാപ്പ ഇങ്ങനെ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മളെ വാപ്പയോട് അറ്റാച്ച്മെൻറ്റ് നമുക്ക് കുടിക്കാൻ നമ്മളെ വാപ്പ നമ്മളെപ്പോലെ ആവും എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ സാധാരണ പറയാറുള്ളത്. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ വാപ്പന്മാർ പലരും പ്രവാസികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലും ഇടപഴകുക ഉമ്മരുടെ ആയിട്ടായിരിക്കും. വാപ്പ എന്നുള്ളത് അപ്പോൾ ഒരു ഫാമിലി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് വേണം, അതല്ലെങ്കിൽ ഒരു മാനേജിങ് പവറുള്ള ഒരാൾ വേണം. പൊതുവായിട്ട് അത് ഒരു പുരുഷാധിപത്യം എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. ഒരു പുരുഷന്മാർക്കാണ് അതിനുള്ള പവർ എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മമാർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വാപ്പമാർ ആ സ്ഥാനത്ത് ഉയർന്നു നിൽക്കണം, അതല്ലെങ്കിൽ ഒരു ഫാമിലി ഡിസോർഡർ അവിടെ സംഭവിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഫാമിലിൻ്റെ വിഷയത്തിലില്ല. അപ്പോൾ നമ്മളെ പെരയിലൊക്കെ ആണെങ്കിൽ എന്താണ് കൂടുതലും ആണുങ്ങൾക്ക് ഉപ്പാനോട് കുറച്ചൊരു അകൽച്ചകരം. പക്ഷേ ഈ പെൺമക്കളെ കൂടുതൽ എന്താ പറയുക ഉപ്പമാരോട് കൂടുതലും ക്ലോസ് ആയി വരുന്ന ഒരു വിഷയം. അത് എന്താണ് ആ ഒരു സയൻറ്റിഫിക്കലി ഉള്ളൊരു സാധനമാണ്. അത് പെണ്ണുങ്ങളെ മനസ്സിലാക്കുക, പെണ്ണുങ്ങൾ എന്ത് ചെയ്യാവും വാപ്പമാരായിട്ട് കൂടുതൽ കണക്റ്റ് ആവും, ഉമ്മമാരെന്താവും നമ്മൾ ആൺമക്കളായിട്ട് കൂടുതൽ കണക്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് വാപ്പമാരുടെ അടുത്തേക്ക് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഉമ്മ വഴി ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പോവാം, നമ്മൾ നേരിട്ടൊന്നും അധികം പറയൂല. ഞാനൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടി ഇപ്പോഴാണ് എന്ത് ഉപ്പായിട്ട് നേരിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നത്. നമുക്ക് ഫുള്ള് ഉമ്മ മുഖേനയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വാപ്പാനെ പറഞ്ഞിട്ട് ഉമ്മമാർ പേടിപ്പിക്കുക ചെറുപ്പത്തിൽ, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നമ്മുടെ ഉമ്മമാർ നമുക്ക് ഇൻജെക്ട് ചെയ്യാനുള്ള വലിയൊരു ഭൂതമാണ്, ഭീകരജീവിയാണ്. ഇപ്പോൾ പ്രവാസിയാണെങ്കിൽ നേരെ വിളിക്കില്ല, വാപ്പാനെ വിളിക്കും, അല്ലെ വാപ്പാനെ വിളിച്ച് പറയും, വാപ്പ കൊണ്ട് വിളിക്കുന്നില്ല നമ്മളെ ചീത്ത പറയാം എന്തെങ്കിലും ആവശ്യത്തിന്. അപ്പം അങ്ങനത്തെ ഒരു ഫേസ് വാപ്പാടെ നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മാറുന്നൊരു സമയം ഉണ്ടാവും ജീവിതത്തിൽ, ലൈഫിൽ. കാരണം ലൈഫിൽ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വല്ല പ്രശ്നത്തിൽ പെടുകയോ അല്ലെങ്കിൽ നമുക്ക് വാപ്പയോട് ഷെയർ ചെയ്യേണ്ട അത്യാവശ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ വാപ്പ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. ആ ഒരു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നമുക്കൊരു തിരിച്ചറിവ് സമയം നമ്മൾ എന്തിനാ ഇത്രയും കാലം ഇങ്ങനെ ആയിരുന്നത്. നമ്മൾ മുമ്പ് ഒരു ഇതിൽ കണ്ട മെച്യൂരിറ്റി ഉള്ള ഒരു സംഭവം. കാരണം നമ്മളെ ചെറുപ്പത്തിൽ നിന്ന് ബാപ്പ എന്താ നമ്മളിങ്ങോട്ട് വിടാത്തത്, അങ്ങോട്ട് എന്താ വിടാത്തത്, ഇങ്ങനത്തെ കുറേ ചിന്തകളെ കയറാം നമുക്ക്. ഫുള്ള് നമ്മളെന്താണ് അതിന് പിന്നെ എന്തുള്ളത് ചിന്തിക്കില്ല. പക്ഷേ ഈ വാപ്പാർ പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കടന്നു പോയൊരു ആൾക്കാർ കയറാം. അപ്പോൾ ഓലെന്താണ് തന്നെ മക്കളെ സേഫ്റ്റിയൊക്കെ ഓലെന്നും പ്രാമുഖ്യം. അപ്പോൾ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു വാപ്പായെന്ന് വിചാരിക്കുക, ആ ടൈം നമുക്ക് തോന്നും അന്ന് വാപ്പ പറഞ്ഞാൽ ശരിയാണെന്ന്. അപ്പം നമുക്ക് എന്താ മെച്യൂരിറ്റി ഉള്ളൊരു സംഭവമാണ് എന്താണ് നമ്മൾ ആ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ആ സ്ഥാനത്തിരുന്ന് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നുള്ളൊരു ബോധം നമുക്ക് വരിക. പിന്നെ ഈ വാപ്പമാരെ പ്രത്യേകതയാണ്, വാപ്പമാർ ചൂടാവും. പക്ഷെ ചൂടായാൽ നമ്മളെടുത്ത് ചൂടായ കണ്ടാലും വാപ്പമാർ ഭയങ്കര സങ്കടം ഇരിക്കുന്നത്. വാപ്പമാർ കരയണത് കാണാറില്ല എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. പക്ഷെ അവർ മനസ്സിലെന്താണ് അവർ ഭയങ്കരമായിട്ട് ഡെസ്പാണ് നമ്മളോട് ചൂടാവുന്നതിലും നമ്മളായിട്ട് പ്രശ്നമാവുന്നതിലൊക്കെ. വാപ്പമാർക്കുള്ള സങ്കടങ്ങൾ വാപ്പമാർ ഷെയർ ചെയ്യാറ് ഉമ്മമാരുടെ അടുത്താണ്. അത് ഉമ്മാരായിട്ടൊന്നും ഇരുന്ന് നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ സംസാരിച്ചാലും ഉമ്മ പറയുന്നുണ്ട് വാപ്പ ഇങ്ങനെയൊക്കെ ആയിരുന്നു,
വാപ്പ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു എന്തുണ്ടാവും, വിങ്ങലുണ്ടാവും, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും എന്നുള്ള ആ ഒരു പ്രശ്നമുണ്ട്. പിന്നൊന്ന് നമുക്ക് ഫ്രീഡം നൽകുക എന്നുള്ള ഒരു സമയമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എന്നെ 18 വയസ്സ് വരെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇങ്ങനൊന്നും പുറത്ത് കിടാത്തൊരു മനുഷ്യനെ എന്നെ എവിടേക്കും വിടൂല. എന്തുണ്ടെങ്കിലും ഉമ്മാടെ അടുത്ത് വയ്ക്കണം അല്ലെങ്കിൽ ഉപ്പാടെ അടുത്ത് വയ്ക്കണം. പക്ഷേ എൻ്റെ വീട് ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഉപ്പാടെ അടുത്ത് വയ്ക്കലാണ് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ചോദിച്ചാൽ ഉപ്പ പോയിക്കോന്ന് പറയും. ഉമ്മേൻ്റെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് എന്തിനാണ് എപ്പോൾ പോകും എങ്ങനെ വരും എന്നൊക്കെ ചോദിക്കാറില്ല. അപ്പോൾ എൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഉപ്പ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എവിടേക്കാണെന്ന് വെച്ചാൽ ഉപ്പ പോയിക്കോ എന്തിനാണെന്ന് ചോദിക്കുള്ളൂ. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ചോദിക്കും എപ്പോൾ എത്തി, നൈറ്റായി കഴിഞ്ഞാൽ വിളിക്കും. അത് ഉമ്മമാർ ചിലപ്പോൾ വോയിസ് ഇട്ടേക്കും വിളിക്കും. വാപ്പമാർ വീട്ടിലുണ്ടോ എന്തായാലും വിളിച്ചിരിക്കും. എവിടെ എത്തി, 6 മണി എന്നുള്ളത് പണ്ടായിരുന്നു. ഇപ്പം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 8 മണിയൊക്കെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു സമയത്തേക്ക്. പക്ഷേ രാത്രി കറക്കം വാപ്പന്മാരെന്തില്ല അതും പ്രോത്സാഹിപ്പിക്കാറില്ല. നമുക്ക് എന്താണ് അതൊരു ഇതെന്താ മറ്റുള്ളവരുടെ വീട് അങ്ങനെയാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ പല ഭവിഷ്യത്തുകൾ ഈ അടുത്തായിട്ട് കേൾക്കുന്ന വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അതാണ് നല്ലത്. എന്ത് അധിക സമയമൊന്നും പോകണ്ട, നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ ആവശ്യങ്ങൾ നടക്കണുണ്ട്. ഇപ്പോഴത്തെ സൊസൈറ്റിൻ്റെ ഒരു മെയിൻ പ്രശ്നം അതാ തോന്നുന്നത്. ഇപ്പോഴത്തെ വാപ്പന്മാരെന്താണ് മക്കളായിട്ട് തീരെ എന്താണ് കണക്റ്റഡ് അല്ല. ഓല ഇപ്പം എന്താണ് ഇപ്പോൾ ചിലവർ പറയല്ലേ, ചില ആൾക്കാർക്ക് പറയും എന്താണ് ഞാനെന്താ പോലെ നന്നാക്കാൻ നോക്കി പിന്നെ മനസ്സിലായി കവുമ്പോൾ ഒരിക്കലും നന്നാവൂല എന്നുള്ള ആ മോഡലിൽ എന്താണ് മക്കളാണ് അയച്ചു വിട്ടുകയാണ്. അതാണ് ഇപ്പോഴത്തെ കാലം എന്താണ് പല ഭവിഷ്യത്തുകളും എന്താണ് ഇപ്പം കുട്ടികളിലേക്ക് വന്നു ചേരാം. ഇപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ മെയിൻ ഒരു ഘടകം എന്താ ഒരു ഫാമിലി മാൻ എന്ന് പറയുന്ന ആരാണ്, ഉപ്പയാണോ? ഉപ്പയാണ് മെയിൻ കൺട്രോൾ ചെയ്യാത്തതിൻ്റെ ഒരു ഭവിഷ്യത്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപ്പമാർക്കായിരിക്കും മെയിനായിട്ട് ഫാമിലിയിൽ പവർ ഉണ്ടാവുക. സ്വാഭാവിക ഭാസം പറഞ്ഞ പോലെ പുരുഷാധിപത്യം എന്നുള്ള നിലയിലല്ല, വാപ്പമാരെയൊക്കെ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്തു. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇപ്പോൾ നാട്ടിലില്ലാത്ത ഉപ്പാണെങ്കിൽ ഉപ്പാക്ക് നാട്ടിൽ എല്ലാ കാര്യങ്ങളും അറിയുണ്ടാവും. കറക്റ്റായിട്ട് ഉപ്പ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ തരും. നമ്മൾ മക്കൾക്കാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം. വാപ്പമാരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചതിനേക്കാൾ ഉന്നതിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം അവർക്ക് വേറെ ഒന്നുമില്ല. അല്ലാതെ നിങ്ങളിങ്ങനെ പോകാൻ പാടുള്ളൂ എന്നുള്ള. ഇപ്പോൾ എൻ്റെ ഡിസിഷനിൽ ഞാൻ ഹോസ്റ്റൽ ലൈഫ് സ്വീകരിച്ചപ്പോൾ ഉപ്പ കൂടുതൽ സന്തോഷിച്ചു. പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് എനിക്കത് നിർത്തണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ഫസ്റ്റ് വിളിച്ചാൽ ഉപ്പാനെ എനിക്ക് നിർത്തണം. അപ്പം നമ്മൾ പ്രതീക്ഷ എന്താ നിർത്തണ്ടെന്ന് പറയും. അതിനൊരു വലിയൊരു കലുഷിതമായ അന്തരീക്ഷമാണ്. പക്ഷെ ഉപ്പ ഓൺ ദി സ്പോട്ട് എൻ്റെ അടുത്ത് നിർത്തിക്കോ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞു. നമ്മളെ മൈൻഡ് അപ്പം തന്നെ പോയി എന്തിനാണ് ഇങ്ങനെ പഠിക്കാം. ഈ വിഷയം ഓരോരുത്തർ വിഷയത്തിൽ കേസ് എടുക്കുമ്പോൾ വ്യത്യസ്ത കാര്യം ഓരോ ഉപ്പമാർക്കനുസരിച്ച് അതെന്താ അറിയോ ആ ഉപ്പമാർ വളർന്നു വന്ന സാഹചര്യം മെയിനായിട്ട്. കാരണം ഓൽക്ക് ഓല ഉപ്പമാരെന്ന് കിട്ടിയ സംഭവം ചില ആൾക്കാരെ കണ്ടു. ചില ഉപ്പമാരോടൊക്കെ ഓല് ഭയങ്കര കമ്പനിക്കരോ ഫാമിലി അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ വാപ്പാനൊരു ഭീകരജീവിയായിട്ട് വാപ്പാനോട് സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു ഓല മുന്നത്തെ ഒരു ജനറേഷൻ്റെ പാരന്റിങ്. അതൊരു നമുക്കൊരു കണക്കാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു ഇതൊക്കെ കൂട്ടാം. കാരണം ഞാനൊരു വാപ്പാവുമ്പോൾ ഞാനെന്ത് സ്ട്രോങ്ങിലേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ചിത്രീകരണം കുറെ ആൾക്കാർക്കുണ്ട്. അത് പണ്ട് നബി തന്നെ തിരുത്തി കൊടുക്കുന്നുണ്ട്. അക്രബിൻ അബീസ് തമീം പറഞ്ഞ ഒരു സഹാബിക്ക് നബിതങ്ങൾ ഒരു സദസ്സിൽ വെച്ച് തന്നെ തിരുത്തി കൊടുക്കുന്നുണ്ട്. തൻ്റെ പേരമക്കളെ ചുംബിച്ച് നബിതങ്ങളോട് പറഞ്ഞു എനിക്ക് 10 മക്കളുണ്ട്, പക്ഷെ ഞാനിതുവരെ ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കരുണ കാണിക്കാത്തവനോട് മല്ലയറഹം ലായുറഹം. അതെ, അതോ കരുണ ആരെ കാണിക്കണത് അവർക്ക് തിരിച്ച് കരുണ കിട്ടുള്ളൂ. അതല്ലാതെ ചെറുപ്പത്തിൽ മക്കളെ ഭയങ്കര ടോക്സിക് പാരൻറ്റിങ്ങിലൂടെ വളർത്തി വലുതായിട്ട് അവൻ്റെ നല്ല ശുശ്രൂഷ കിട്ടണം അല്ലെങ്കിൽ അവളെ നല്ല നോക്കണം എന്നുള്ള ഒരു ചിന്തയ്ക്ക് എത്തുന്ന പറയുമ്പോൾ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ആയിട്ടാണ്. അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവായ കാരണം ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസം ഉള്ളവരെന്ന് കുട്ടികളോട് കൂടുതൽ എങ്ങനെ പാരന്റിങ് വേണം, എങ്ങനെ കുട്ടികളോട് ഇത് ശ്രമിക്കുന്നുണ്ട്, എങ്ങനെ കുട്ടികളോട് അടുക്കാം താല്പര്യമുണ്ട്. മറ്റ് രക്ഷിതാക്കാരനല്ല കുട്ടികളോട് അടുക്കും വേണം. എന്നിട്ടാണ് ഓലെ നമ്മളെ മേലിൽ കയറാനും പാടില്ല. വാപ്പമാരെ ഡിസൈൻ ചെയ്യൽ ഉമ്മമാർക്ക് ഭയങ്കര വലിയൊരു പ്രാധാന്യമുണ്ട്. ഉമ്മമാരെ ആയിരിക്കും ഇങ്ങനെ വാപ്പമാരെ ഇങ്ങനെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ചില ഉമ്മമാരെന്താണ് പറഞ്ഞു കൊടുക്കും കറക്റ്റ് മോനിങ്ങനെയാണ് അപ്പോൾ അവനായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നുള്ളത് കറക്റ്റ് തുടങ്ങും. ഇപ്പം എല്ലാ മക്കളുടെ അന്തരീക്ഷം ഒന്നായിരിക്കില്ല. വാപ്പയുടെ അന്തരീക്ഷം പോലെ തന്നെ മക്കളുടെ അന്തരീക്ഷം വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് വാപ്പമാർ നിൽക്കാൻ പഠിക്കണം. എന്നാൽ വാപ്പമാരുടെ അന്തരീക്ഷത്തിനനുസരിച്ച് നമ്മളും നിൽക്കാൻ പഠിക്കണം. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെവലാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ. എനിക്ക് ഏറ്റവും വലിയ പേടി ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ. എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഇതൊരു അവസ്ഥ ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് കൂടുതലാണ് എൻ്റെ വീട്ടിൽ. കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള മക്കളൊക്കെ എന്തെങ്കിലും ഒരുമിച്ച് വരാം. എൻ്റെ ഇത്തമാർ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പം എന്തെങ്കിലും ഒരുമിച്ച് വരുമ്പോൾ എന്നോട് എന്താവില്ല അവർ ഭയങ്കര ശക്തമായിട്ട് പെരുമാറൊന്നുമില്ല. കൂടുതൽ അന്നൊരു ദിവസം എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സ് വന്നതെന്ന് ഞാനിപ്പം തല്ലുണ്ടാക്കണം. എന്തിന്
ഒരു മുണ്ടാണ്, മുണ്ടിൻ്റെ വിഷയത്തിൽ ഉപ്പാടെ മുണ്ട് ഞാൻ എടുക്കാൻ പോവുകയാണ്, അതിൽ ഉപ്പ എടുക്കരുത് തരാം, ഉമ്മ കൊണ്ടുപോയിക്കോട്ടെ തരാം, അങ്ങനത്തെ ഒരു തല്ല്, ഫ്രണ്ട്ഷിപ്പിൻ്റെ തല്ല്. അപ്പോൾ ഒരു ചോദിക്കും നിൻ്റെ ഉപ്പ എന്ത് സിമ്പിളാ, നിൻ്റെ ഉപ്പ എന്താ, അത് എനിക്ക് ശരിക്കും പേടിയാണ്. കാരണം എന്താ വെച്ചാൽ അവരപ്പോൾ അവരുടെ മനസ്സിലൊരു ഇമാജിൻ വന്ന് വാപ്പാന്ന് വെച്ചാൽ ഇങ്ങനെ ആവണം എന്നുള്ളൊരു ഇമാജിൻ വന്ന്, അത് വെച്ച് അവരെ വാപ്പമാരെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരെ വാപ്പമാരെ അങ്ങനെ ആവില്ല. അത് പല വീട്ടിലെന്താവും പിന്നീടൊരു വിഷയത്തിലേക്ക് തന്നെ മാറാറുണ്ട്. ചില വാപ്പന്മാരെ പെരുമാറ്റം കണ്ടിട്ട് എന്ത് ചെയ്യും, അവരൊക്കെ പറയും നിൻ്റെ വാപ്പന്ത് ഇങ്ങനെ ക്രൂരൻ. ഈവൻ നമ്മളെ ഇതിൽ പഠിക്കുക പലവരായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഈ വാപ്പനെ സംസാരിക്കാൻ മൂടുണ്ടാവാറില്ല. ഞാൻ എന്തിനാണത്, വാപ്പമാരൊരു പ്രത്യേകത ഉണ്ടാവും, ഓരോ സമയത്തുള്ള ഇതുണ്ടാവും, ആ മൂഡിനനുസരിച്ച് അവർ സംസാരിക്കാം. അപ്പം അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം, നമ്മളങ്ങനെ തന്നെ സംസാരിക്കുക, അവരായിട്ട് ഇടപെടാൻ ശ്രമിക്കണം. അതിനപ്പുറം അവരൊരു ഭീകരജീവിയായി കാണുമ്പോഴാണ് നമ്മൾക്ക് എന്തായിരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വാപ്പമാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാക്ക് ബോണാണ് നമുക്ക്. അപ്പോൾ പലരും പറയുന്നുണ്ട് വാപ്പ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ, അത് ഒരു മതിലാണ്, ഇങ്ങനെ വരണ്ട ഒന്നും അറിയേണ്ടി വരില്ല. കണ്ണിൻ്റെ ഇത് പറഞ്ഞ വീക്ക് വാപ്പയില്ലാത്ത സമയത്താണ് ആ വീട്ടിലെ യഥാർത്ഥ ശൂന്യത. ഉമ്മയ്ക്ക് അപ്പുറം എന്താണ് വാപ്പ എന്ന് പറഞ്ഞത് ഒരു വൻമതിലാണ്. മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി ബിൽഡ് ചെയ്യണേൽ വാപ്പാൻ്റെ സ്ഥാനം എന്നുള്ളത് അല്ലെങ്കിൽ വാപ്പാൻ്റെ പൊസിഷൻ എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഒരിക്കലും നമുക്ക് വേറൊന്നും വെച്ചിട്ട് നികത്താൻ കഴിയണമെന്നില്ല. വാപ്പമാരില്ലാതാവുന്ന വെച്ചാലേ ഈ വാപ്പാന്ന് വെച്ചാൽ മതിലാണ്. നമുക്ക് എന്താവശ്യം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വാപ്പാടെ അടുത്ത് വാപ്പ അത് കൃത്യമായിട്ട് വാപ്പാടെ അടുത്തേക്ക് എത്തേണ്ട രീതിയിൽ അത് എന്ത് ചെയ്യും, പരിഹരിച്ചു പോരും. പക്ഷെ അതിനപ്പുറം വാപ്പില്ലാത്ത സിറ്റുവേഷൻ ഇതൊക്കെ വരാൻ പോകുന്നത് ആൺമക്കളെന്നൊരു നമ്മളെ മേത്തേക്ക് ആയിരിക്കും. നമ്മളാണ് ആൺമക്കൾ. അപ്പം നമ്മളെ മേത്തേക്കാണ് ഈ ഫാമിലി പ്രോബ്ലം വരാം, വീട്ടിലെ ആധാരത്തിൻ്റെ പ്രശ്നങ്ങൾ, ബാധ്യതകൾ, കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൊരു സ്ട്രെസ് അനുഭവിക്കാനുണ്ട്. വാപ്പ എന്നുള്ളത് കാരണം വാപ്പ ആ സ്ട്രെസ്സിന്റെ ഇടയിൽ കൂടെയാണ് ഇതൊക്കെ നമ്മളെ മാനേജ് ചെയ്ത് പോയത് എന്നുള്ളത്. നമ്മൊരു കാര്യം പറഞ്ഞ് നമുക്ക് അങ്ങനെ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കാശ് തരുന്നുണ്ടാവും, ചിലപ്പോൾ ഇത് ഫസ്റ്റ് പറയുമ്പോൾ തരില്ല, ഉമ്മാന്റെ അടുത്ത് മെല്ലെ കൊടുത്തു കോഴിക്കോട്ടെ തരാനുണ്ടാവും. ഈ എനിക്കനുഭവം ഉണ്ട്. ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് പോണ്ട എന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും തല്ലുപിടിക്കാനൊന്നുമില്ല, വാപ്പാടെ തല്ലുപിടിച്ചാൽ നമുക്കറിയാം എന്തായിരിക്കും വാപ്പാടെ ഇത് ഉണ്ടാവാതല്ലേ. അപ്പം ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഒച്ച ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഞാൻ പോകണം എന്നുള്ളത് നമ്മളെ മനസ്സിലാവില്ല. അന്ന് രാത്രി ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലതാണ് എങ്ങനെയായിരുന്നു നാളെ ഉച്ചയോടുകൂടിയുള്ള ട്രിപ്പിന് കൂട്ടുകാരായിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ന് കാശ് വേണം, ഇനി കാശില്ല കയ്യിൽ. അപ്പോൾ ഉപ്പ എന്ത് ചെയ്ത്, ഉപ്പാടെ കാശില്ലാത്ത ഉപ്പ അളിയനെ വിളിച്ചു പറഞ്ഞ് എടാ ഇങ്ങനെ പോകുന്നുണ്ട് കൊടുക്കുമെന്ന്. അളിയനെ എനിക്ക് വിളിച്ചിട്ട് കാശ് ഞാൻ തരാം, നീ പോയിക്കോ, ഉപ്പാടെ ചോദിക്കേണ്ടത്. പിന്നീടാണ് ഞാൻ അറിയത് ഉപ്പയാണ് എന്ത് ഡീൽ ചെയ്തുള്ളതെന്ന്. അങ്ങനെ ഇവർ നമ്മളെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മളെത്രമാത്രം സന്തോഷിക്കുന്നോ അതാണ് അവരുടെ സന്തോഷം. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ കൂടുതൽ എൻജോയ്മെൻ്റ് ആക്കാം. നമ്മളെ എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയും ഉമ്മാടിൽ കൊടുത്തിട്ടായാലും ആ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഉപ്പമാരുണ്ടാവുക. അല്ലാതെ നമ്മളെ വിടരുതൊരിക്കലും, അവൻ എവിടേക്കും പോകരുത്, അവൻ ഇവിടെ തന്നെ നിൽക്കണം, അങ്ങനെ ഇടിഞ്ഞൂടി ജീവിക്കണം എന്നുള്ള ലൈഫില്ല. അവരുദ്ദേശിക്കുന്നത് അവരെക്കാളും ബെറ്ററായ ലൈഫിലേക്ക് നമ്മൾ പോകണം. പക്ഷെ അവർക്ക് എല്ലാത്തിനും ഉപരി ഒരു കെയറിങ് ഒരു സംഭവമാണ്. അതാണ് അതൊരു കെയറിങ് ഓവർ ആകുമ്പോഴാണ് നമുക്കൊരു സ്ട്രെസ്സായി തോന്നും. പക്ഷേ ആ കെയറിങ് കിട്ടാൻ ഒരാളില്ല എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ എന്താ അങ്ങനെ ഒരു കെയറിങ് വേറെ തരാൻ ഒരാളില്ലെങ്കിൽ ഇപ്പോഴാണ് എന്താ യഥാർത്ഥ വാപ്പാരാണെന്നുള്ളത്. ഇതിനെല്ലാം പുറമെ ഒരു ബാരിയേഴ്സ് അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇല്ലാതെ നമ്മൾ വളർന്നാൽ, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ ഒരു മക്കൾ വളർന്നു വരുമ്പോൾ അതിൻ്റേതായ സ്വാതന്ത്ര്യം അവർക്ക് അതില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഈ വാപ്പ എന്നുള്ള ഒരു ബൗണ്ടറി വരുമ്പോഴാണ് ഏകദേശം സത്യത്തിൽ മക്കൾ ഒരു യഥാർത്ഥ ജീവിതം ജീവിച്ചു തുടങ്ങുന്നതും അതിലൂടെ പഠിച്ചു തുടങ്ങുന്നതും. ഇത്തരം തിരിച്ചറിവുകൾക്ക് മക്കൾക്ക് ഭാവിയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാവാം വാപ്പമാർ ഇങ്ങനെ പെരുമാറുന്നുണ്ടാവുക. അപ്പോൾ വാപ്പമാരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ പറഞ്ഞാൽ വാപ്പമാരെ പറഞ്ഞാൽ തീരൂല. നമ്മൾ അറിഞ്ഞതിലും കേട്ടതിലും അപ്പുറമാണ് വാപ്പ എന്നുള്ള ലൈഫ്. അത് നമ്മ ഇനി ഭാവിയിൽ അനുഭവിച്ചറിയേണ്ട ഒരു ലൈഫാണ്. അതിനപ്പുറം വാപ്പമാരില്ലാത്തൊരു സിറ്റുവേഷൻ എന്നുള്ളത് നമ്മ ഇനി ഭാവിയിൽ അറിയിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ എന്തായിട്ട് വാപ്പമാർ നമ്മളെല്ലാവരും വാപ്പമാരും നല്ല സ്നേഹമുള്ളവരാണ്, അങ്ങനെ തന്നെ ആവണം, നമ്മളങ്ങോട്ട് പെരുമാറണം. ഇനി നമുക്ക് വീണ്ടും വേറെ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഗുഡ് ലക്ക്.